രാജഗോപാലെ, കേരളത്തെ കേരളമാക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഗൾഫ് രാജ്യമായിട്ടുള്ള UAE. മൊത്തം 90 ലക്ഷത്തോളം പേര് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളതിൽ ഏതാണ്ട് 45 ലക്ഷത്തോളം പേര് പിന്നെ ഇന്ത്യയിൽ UAE-യിലാണ് അവർ താമസിക്കുന്നത്. ഹോം എവേ ഫ്രം ഹോമായിട്ട് താമസിക്കുന്നത്, ഒരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനമായിട്ട്. ഇതിൽ തന്നെ ഭൂരിപക്ഷം പേരും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവരാണ്. അപ്പോൾ മൊത്തത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാൻ അമേരിക്കൻ ബേസുകൾക്ക് നേരെ നടത്തിയ ആക്രമണം മൂലം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. യാത്രാ സുരക്ഷയില്ല. അതുപോലെ തന്നെ കമ്പനികൾക്കടുത്തുള്ള അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് സുരക്ഷ കൊടുക്കാനാണ് ഈ അമേരിക്കൻ ബേസുകൾ. അവിടെ ആക്രമണം നടത്തുമ്പോൾ എണ്ണയുടെ ഉൽപ്പാദനം, LPG-യുടെ ഉൽപ്പാദനം പല സ്ഥാപനങ്ങളും നിർത്തിവെച്ചിരിക്കുക. അതിനെ ബേസ് ചെയ്തുള്ള ഇക്കോണമി ആയതുകൊണ്ട് പ്രധാനമായിട്ടും UAE-യും ഷാർജയും ഒക്കെ അവിടുത്തെ ഉൽപ്പാദനം നിർത്തിവെച്ചു. ദുബായ് ആണെങ്കിൽ ടൂറിസം കൊണ്ട് നിലനിൽക്കുന്ന രാജ്യമാണ്. അതുപോലെ തുറമുഖം കൊണ്ടും അവിടെയും ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രശ്നം. അതുപോലെ തന്നെ ഗ്ലോബൽ ടൂറിസം വില്ലേജ് എന്ന് പറഞ്ഞൊന്നുണ്ട്, ടൂറിസത്തിൻ്റെ കേന്ദ്രം, അതിൻ്റെ ബുർജ് ഖലീഫ, ഇവിടെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ ഇതിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ ഒരു മാസമായി കഴിഞ്ഞുള്ള ഒരു പ്രതിസന്ധി കാരണം നിലച്ചിരിക്കുന്നു. പല സ്ഥാപനങ്ങളും നേരിട്ട് എനിക്കറിയാം റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെക്കാൻ എന്ന് മാത്രമല്ല, പലരെയും അത് നല്ല രാഷ്ട്രമായതുകൊണ്ട് മാത്രം തൊഴിലാളികളെ ഇപ്പം നിലനിർത്തിയിരിക്കുക, ബിസിനസ്സില്ല. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ആരാംകോ എന്നൊക്കെ പറയുന്ന അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാലകളുടെ പ്രവർത്തനം കൊണ്ട്, എണ്ണ ഉൽപ്പാദനശാലകളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് വീഴും. അവർക്ക് വേറെ ഒന്നുമില്ല. അതാണ് അവരുടെ ഏക സാമ്പത്തിക. മര്യാദയ്ക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്, അവർ മാന്യരായോ. പക്ഷേ പലപ്പോഴും ഈ ശമ്പളം കൊടുക്കാതിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോൾ അത് വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ തൽക്കാലം ഉടൻ ഉണ്ടാവുമോ? അല്ല, ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരും മലയാളികളുമൊക്കെ കൂട്ടത്തോടെ തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അവസാനത്തോടുകൂടി മിക്കവാറും UAE-യിലെ മിക്കവാറും എല്ലാ കമ്പനികളുടെയും 40% തൊഴിലാളികളെ, അവരിൽ കൂടുതൽ ഇന്ത്യക്കാരും മലയാളികളുമാണ്, അവരെ മിനിമം ശമ്പളവും തുച്ഛമായ ആനുകൂല്യങ്ങളും കൊടുത്ത് പറഞ്ഞു വിട്ടു. പക്ഷേ അവർക്ക് രാജ്യത്ത് തുടർന്ന് വേറെ തൊഴിൽ അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്, അതും കൂടെ റൈറ്റും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ഒരു മാന്യത. പക്ഷെ അവിടെ ഒരു തൊഴിലും കിട്ടില്ല. കാരണം ഇപ്പോൾ റിക്രൂട്ട്മെന്റേ നടക്കുന്നില്ല അവിടെ. കാരണം എണ്ണയും അനുബന്ധ വ്യവസായങ്ങളുമാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും പ്രധാന വരുമാന സ്രോതസ്. അതിനെ ആശ്രയിച്ചാണ് ബാക്കി എല്ലാ വ്യവസായങ്ങളും നിൽക്കുന്നത്. അതില്ലാതാവുന്നതോടുകൂടി എല്ലാ വ്യവസായങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കും. ഇപ്പൊ ഏതാണ്ട് അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യമാണ്. വൈദ്യുതി പോകുമ്പോൾ യന്ത്രങ്ങൾ നിലയ്ക്കുന്ന പോലെ ഒരു സ്ഥിതി. അത്രയേ ഉള്ളൂ. അങ്ങനെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ. പ്രത്യേകിച്ച് ഇപ്പോ UAE-യും സൗദി അറേബ്യയും ഖത്തറും ബഹ്റിനും ഒക്കെ ആ ഒരു അവസ്ഥയിലാണ്. അവർക്ക് വേറെ ഒന്നുമില്ല. അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പെട്രോളാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഏതാണ്ട് 90 ലക്ഷം എന്നൊക്കെ പറഞ്ഞില്ലേ വിദേശികളുണ്ടെന്ന്, അതൊക്കെ 2022-ലെ കണക്കെടുപ്പാണ്. അപ്പൊ 2025-ലെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 1 കോടിയിൽ പരം ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട്. അതിലെ ഏതാണ്ട് 50 മില്യൺ, അതായത് 50 ലക്ഷം പേരും UAE-യിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവരിൽ അതിൻ്റെ പകുതി മലയാളികളാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ തിരിച്ചു വരുന്ന സാഹചര്യം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അതിരൂക്ഷമായി ബാധിക്കും, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. പക്ഷേ എനിക്ക് അവിടെ ഒരു സംശയം, ഒരു ആശ്വാസമാകില്ലേ? നമ്മളിപ്പോൾ ഇന്ത്യ, അതുപോലെ ഇസ്രായേൽ, UAE ചേർന്നൊരു അച്ചുതണ്ട് ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ പോകും. അല്ല, അതുണ്ടാവും. അതൊക്കെ ഈ പറഞ്ഞ പോലെ യുദ്ധാനന്തരം അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയും അപ്പൊ അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ യുദ്ധം തീരാത്തിടത്തോളം കാലം ഇപ്പൊ തന്നെ അവിടുത്തെ മിക്ക സ്ഥാപനങ്ങളിലും പല ജീവനക്കാർക്കും യുദ്ധം തീർന്നു കഴിഞ്ഞു, വെടിനിർത്തലായി. പക്ഷേ ആ ഹോർമൂസ് കടലിടക്ക് തുറക്കാത്തതാണ് ഇപ്പോൾ
അല്ല, അത് ഇപ്പൊ വെടിനിർത്തലായി തീരാതിരിക്കില്ല, അങ്ങനെയാണ് ഇതിന്റെ മുമ്പോട്ടുള്ള പോക്ക്. പക്ഷെ എന്നാലും പ്രവർത്തനങ്ങളൊക്കെ, അതായത് ഈ സകല പെട്രോൾ റിഫൈനറികളും അതിന് സ്ഥാപനങ്ങളും ഒക്കെ ഇറാൻ ആക്രമിച്ച് തകർത്തിട്ടിരിക്കുകയാണ്. അവർക്ക് ഇതൊന്ന് റിനോവേറ്റ് ചെയ്ത് വരാൻ തന്നെ 2 മാസം പിടിക്കും. അതിനുശേഷം നടക്കും. ഇപ്പൊ തന്നെ വീണ്ടും അത് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ അല്ല, അതല്ല, അവർക്ക് വേറെ മാർഗമില്ല. അപ്പൊ അവരത് ചെയ്യും, സംശയമൊന്നുമില്ല. മാത്രമല്ല ലോകത്തിന്റെ ആവശ്യം അതാണ്. അവിടുന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പെട്രോൾ ഇല്ലെങ്കിൽ ലോകം എങ്ങനെ ചലിക്കും? പറ്റില്ല. അപ്പൊ ഇത് ഏതാണ്ട് $50 ബില്യൺ പ്രതിവർഷം മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. എല്ലാവരും ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരും കൂടെ ചേർന്ന് അയക്കുന്നതാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് നിൽക്കുകയോ പകുതിയായി കുറയുകയോ ചെയ്താൽ പോലും എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ. കേരളം ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും മലബാർ ഭാഗം എന്ന് വെച്ചാൽ തൃശ്ശൂരിനപ്പുറം അങ്ങോട്ടുള്ള വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകൾ, കണ്ണൂർ തുടങ്ങിയ ജില്ലകൾ അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയിലാവും. ആ ഭാഗങ്ങളിലൊക്കെ. എന്നിട്ടും ഒരു അത്ഭുതം, നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ജില്ലകളിൽ നിന്നോ ആ ജില്ലകളിൽ നിന്നോ ഒരൊറ്റയാളിയോ ഈ കാര്യത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയമല്ല. അന്നൊക്കെ ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് UAE ഒരു സ്ഥാപനത്തിലെ 90% ജീവനക്കാരെയും അവർ പറഞ്ഞു വിട്ടു. കാരണം നിവൃത്തിയില്ല പ്രവർത്തിക്കാൻ, മുമ്പോട്ട് പോകാൻ. അവർക്ക് കഴിഞ്ഞ 2 മാസമായി ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. യൂസഫ് അലിയുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. പകുതി പേരെ പിരിച്ചുവിടേണ്ട. പക്ഷെ പിരിച്ചുവിടാതെ അദ്ദേഹം കടം വാങ്ങിച്ചിട്ട് അവരെ നിലനിർത്തി എന്നാണ് ഞാൻ. അല്ല, പുള്ളിയെ ചെയ്തത് അങ്ങനെയല്ല. അവരുടെയൊക്കെ ശമ്പളം പകുതിയായി കുറച്ച് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കും, താമസ സൗകര്യമൊക്കെ മിക്കവാറും എല്ലാവർക്കും കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് കുഴപ്പമില്ലാതെ കുറെ കാളുകൂടെ പിടിച്ചു വയ്ക്കാം. പക്ഷെ അതും 1-2 മാസം ഇതുപോലെ സ്ഥിതി തുറന്നാൽ അതും പ്രതിസന്ധിയിലാവും. കാരണം പുള്ളി എത്ര ഉദാരമതിയാണെങ്കിലും പുള്ളി കൊടുക്കാനൊന്നും പറ്റില്ല. എവിടെ നിന്നെടുത്ത് കൊടുക്കും? ചുവരുണ്ടെങ്കിലല്ലേ. അപ്പോൾ അതൊരു വലിയ ഗുരുതരമായ ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള മലയാളികളിൽ ഒരു 10% പേരും യൂസഫ് അലിയെ ആശ്രയിച്ചാണ് ഗൾഫ് നാടുകളിൽ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈയിടെ പിന്നെ സൗദി അറേബ്യ അതുപോലെ UAE സന്ദർശിച്ചു നമ്മുടെ തന്ത്രശാലിയായ അജിത് ഡോവൽ. അതെ. അപ്പൊ അത് ഈ ഒരു പ്രതിസന്ധി വളരെ മുമ്പിൽ കാണുന്ന ഒരു ഗവൺമെന്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം അവരുടെ ഈ UAE പ്രത്യേകിച്ചും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ അവർക്ക് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പോലും അവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാവുന്ന ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ ഏതാണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് പോണത്. അപ്പൊ 1 മാസത്തിനകമെങ്കിലും യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഈ 50% എല്ലാ ആളുകളും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഏറ്റവും കൂടുതൽ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് മലയാളികളായിരിക്കും, കേരളീയരായിരിക്കും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരും എന്നുള്ള യാതൊരു സംശയമില്ല. അതെ, തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് അവശേഷിക്കുന്നു. അതേസമയം നമ്മളിപ്പോ ന്യൂസിലാൻഡുമായിട്ടൊരു സമഗ്ര വാണിജ്യ കരാർ ഒപ്പിട്ടുണ്ട്. അതിൽ ഈ തൊഴില് ഇന്ത്യക്കാർക്ക് തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ന്യൂസിലാൻഡ് ഫ്രണ്ട്ലി രാജ്യമാണ്, പക്ഷേ അത്രേ ഉള്ളൂ. കാരണം പിന്നെ അവിടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട് ന്യൂസിലാൻഡില്. പക്ഷേ അവരുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ UAE സമ്പദ് വ്യവസ്ഥയുടെ 4-1 പോലും വരില്ല. ഒരു ചെറിയ രാജ്യമാണ്, വലിയ അവിടെ ദാരിദ്ര്യമില്ല. അത് അവരുടെ ഉള്ള ഒരു സേഫാണ്. ആളുകൾ കുറവായതുകൊണ്ടാണ്. പ്രൊഡക്ടിവിറ്റി കുറവാണ്. ഈ റിസോഴ്സസ് ഉണ്ടവർക്ക്, പക്ഷെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പൊ സമ്പദ് വ്യവസ്ഥ വലിയ സമ്പദ് വ്യവസ്ഥ അല്ല. അപ്പൊ കുറെ ജീവനക്കാരെ ഒരു UAE പിരിഞ്ഞു വരുന്നവരെല്ലാം അവർക്ക് പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കരാറുകൾ നമ്മൾ ആസ്ട്രേലിയയുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ആസ്ട്രേലിയ ഇപ്പോൾ ആസ്ട്രേലിയ പോകാൻ വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട്, ഇന്ത്യക്കാർക്ക് ഈസി ആയിട്ട് പോവാം. ഇതുപോലെ ഒരുപാട് വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ഗൾഫ് ഉണ്ടാക്കുന്ന ഒരു വിടവ് നികത്താൻ ഇതുകൊണ്ടൊന്നും നടക്കില്ല. അതിനുള്ള ഒരേ ഒരു പരിഹാരം എത്രയും വേഗം ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, അവിടെ വെടിയൊച്ചകൾ കേൾക്കാതിരിക്കുക. ഈ മടങ്ങി വരുന്ന മലയാളികളെയോ ഇന്ത്യക്കാരെയോ സംരക്ഷിക്കാനോ അവരെ പുനരധിവസിപ്പിക്കാനോ ഉള്ള ഒരു പരിപാടിയും ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചെയ്യുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് തീരെ ചെയ്യുന്നില്ല. അവർക്കതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. അതെ, അവിടെ പോയി പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് റൈസർ എന്ന് മാത്രം, ഒരു വൺ വേ ട്രാഫിക് മാത്രമാണ് കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.